മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ആലിം. ജ്ഞാനികളുടെ ലോകത്ത് അസ്വസ്ഥത എന്തുകൊണ്ട് എന്നത് വിശകലനം ചെയ്യാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ വലിയ വിവരമുള്ള ഒരാളായിരുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അതിനെതിരെ ആദ്യമായി അസ്വസ്ഥത കാണിച്ചത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസാണ് എന്ന് അത് പറഞ്ഞോട് തന്നെ ഉണ്ട്. വിവരത്തിനോട് അസ്വസ്ഥത കാണിച്ചു എന്നുള്ളതാണ് ഇബ്ലീസ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവരമുള്ള എല്ലാ ആൾക്കാർക്കെതിരെയും ചരിത്രത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് വിജ്ഞാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദിമ മനുഷ്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തെല്ലാം വിവരമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾക്കും വിവരമുണ്ട്, പക്ഷെ മനുഷ്യൻ്റെ വിവരവും മലക്കുകളുടെ വിവരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മലക്കുകൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ച വിവരം മാത്രമാണുള്ളത്, മനുഷ്യന് പഠിക്കാനുള്ള വിവരമാണുള്ളത്. ഒരു മലക്കിനെ അല്ലാഹു തആല സുജൂദ് പഠിപ്പിച്ചാൽ ഒരിക്കലും റുക്കൂ ചെയ്യൂല. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ സുജൂദ് തന്നെ ഇക്കാരം. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യന് പഠിക്കാനാവശ്യമായ വിജ്ഞാനം നൽകിയിട്ടുണ്ട്. മൃഗങ്ങൾക്കും ചില വിവരമൊക്കെ ഉണ്ട്, പക്ഷെ അതും മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ സദസ്സിലേക്ക് ഒരു പൂച്ചക്കുട്ടി വന്നാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വന്നത് ഒരു പൂച്ചയാണെന്ന്. രണ്ടാമത്തെ ഒരു പൂച്ചയും കൂടി വന്നാൽ നമുക്ക് മനസ്സിലായി 2 പൂച്ചയാണ് വന്നത്. ഇനി ഒരു പൂച്ചയും കൂടി വന്നാൽ നമുക്ക് മനസ്സിലാവും 3ാമത്തെ പൂച്ച വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ പൂച്ചക്ക് മനസ്സിലാവില്ല 3 ഇപ്പോൾ വന്നത് എന്നുള്ളത്. അത് മനുഷ്യനല്ലാത്ത ജീവികളുടെ വിവരവും മനുഷ്യൻ്റെ വിവരവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ച എല്ലാ മനുഷ്യരെക്കാളും വ്യത്യസ്തമായ വിജ്ഞാനത്തിൻ്റെ ഉടമകളാണ് മനുഷ്യൻ എന്ന് കാണാം. വിവരമുള്ള ആൾ യഥാർത്ഥത്തിൽ മാതൃകയുള്ളവരാണ് ആകേണ്ടിയിരുന്നത്. അങ്ങനെ തന്നെ ആണ് എന്ന ചില അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്കുണ്ട്. നന്നായി പഠിച്ചവർ നല്ലോണം കൈക്കൂലി വാങ്ങുകയാണ്. പഠിക്കണതിനനുസരിച്ച് മനുഷ്യൻ നന്നാകുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ആകുന്നത്. കുറേ പഠിച്ചിട്ട് അവസാനം ആടിനൊക്കാൻ പോവുകയാണ്. ഏത് മേഖലയിലേക്ക് നമ്മൾ ചിന്തിച്ചാലും വിവരമുള്ളവൻ ഇങ്ങനെയല്ല ആകേണ്ടിയിരുന്നത് എന്ന് തോന്നിപ്പോവും. എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സമയപരിധിയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ദീൻ പഠിക്കണില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ ദീൻ പഠിക്കാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൗതിക പഠനത്തിൻ്റെ കൂടെ മതപഠനവും കൊണ്ടുപോവേണ്ടതുണ്ട്. രണ്ടും 8ാം ക്ലാസ് ഉള്ളെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും അവനെ കൊണ്ടുണ്ടാവില്ല. അല്ലെങ്കിൽ 2ഉം 4ാം ക്ലാസ് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഭൗതികം പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ മതപരവും കൊണ്ടുപോകണം. അപ്പോഴാണ് സമൂഹത്തിന് പറ്റുന്നവനായി മാറുന്നത്. ഭൗതികം പഠിച്ചു ഉയരുന്നതിനനുസരിച്ച് ഈ വിഷയത്തിന് മതപരമായ കാഴ്ചപ്പാട് എന്താണെന്ന് കൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം.
ഓണംപള്ളി ഉസ്താദ് നിയമം പഠിച്ചതുകൊണ്ടാണ് നിയമത്തിൻ്റെ ആൾക്കാർ നമ്മളാണ് എന്ന് പറയാൻ പറ്റിയത്. രണ്ടും ഒപ്പം കൊണ്ടുപോയതുകൊണ്ടാണ്. സയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഖുർആനും ഹദീസും ഒക്കെ ഇങ്ങനെ പഠിച്ചു പോയാലാണ് ഇതൊക്കെ നമ്മളടുത്ത് ഉണ്ടല്ലോ എന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സയൻസിൻ്റെ പിന്നാലെ പോവും. അമ്പിയാക്കൾ ലോകത്ത് വന്നത് മുതൽ ആകെ 2 അഭിപ്രായക്കാരാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇല്ല. 1,24,000 അമ്പിയാക്കൾ വന്നത് മരിച്ചിട്ട് ഒരു ജീവിതം ഉണ്ട് എന്ന് പറയാനാണ്. അതിനെതിരെ ആദ്യത്തെ മനുഷ്യൻ്റെ കാലഘട്ടം മുതൽ തന്നെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെയാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്, പദാർത്ഥവാദം എന്ന് പറയുന്നത്. പദാർത്ഥവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചാൽ എല്ലാവരും കൂടിങ്ങാണ്ട് കുളിപ്പിച്ചിട്ട് കബർ കൊണ്ടുവയ്ക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരം ചീഞ്ഞളിഞ്ഞ് മണ്ണോട് ചേരും, ഇതിലെ ഇരുമ്പ് ഇരുമ്പിനോട് ചേരും, ഇതിലെ ലോഹങ്ങൾ ലോഹങ്ങളോട് ചേരും, ഇതിലെ രാസപദാർത്ഥങ്ങൾ രൂപമാറ്റം വന്ന് മറ്റൊന്നായി മാറും, ഇതിലെ ഫോസ്ഫറസ് ആവിയായി പോകും. ഇത് എല്ലാം കൂടിയപ്പോൾ ഉണ്ടായിരുന്ന ആത്മാവ് എല്ലാം പിരിഞ്ഞപ്പോൾ ഇല്ലാതെയാവുകയും ചെയ്യും. അതോടുകൂടെ ഇത് അവസാനിക്കുന്നു. ഇതാണ് മെറ്റീരിയലിസം. അല്ല, മരിച്ച് എന്നിട്ട് വേറൊരു ലോകമുണ്ട്, അവിടെ ഒരു ജീവിതമുണ്ട്, ഇവിടുത്തെ നന്മകൾക്ക് അവിടെ കൂലിയും ഇവിടുത്തെ തിന്മകൾക്ക് അവിടെ ശിക്ഷയും ഉണ്ടാകും എന്ന് പറയുന്നതാണ് പാരത്രിക വിശ്വാസം എന്ന് പറയുന്നത്. ഈ 2 അഭിപ്രായം അല്ലാതെ ലോകത്ത് വേറൊരു അഭിപ്രായമില്ല. രണ്ടാം അഭിപ്രായമായ മെറ്റീരിയലിസത്തിലാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് തറക്കല്ലിട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് പഠിക്കുന്നതിൻ്റെ കൂടെ ഇസ്ലാം ദീനും പഠിച്ചുകൊണ്ടിരിക്കണം. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതസ്ഥാനീയനായ ഒരാൾക്ക് മതവിഷയത്തിലും അത്ര തന്നെ ഉന്നതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈക്വലായിട്ട് സമമായി ഈ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസമുള്ളവർ കൂടുതൽ മതവിദ്യാഭ്യാസം നേടേണ്ടിയിരുന്നതിന് പകരം കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസമുള്ളവർ സൺഡേ മദ്രസയിൽ മാത്രം അവസാനിപ്പിച്ചു എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതുണ്ടായില്ല. അപ്പോൾ ഒന്നാമത്തെ കാതലായ വശം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മതവിദ്യാഭ്യാസത്തെ കൊണ്ടുപോയില്ല എന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മതവിദ്യാഭ്യാസ രംഗത്തുള്ളവർ ഇതിൽ സമർപ്പിതരാകുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കാരണം. പൂർവസൂരികളായ ആളുകളുടെ ചരിത്രമൊക്കെ പറയാൻ സുഖമാണ്, അതേമാതിരി ആകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. പറയാൻ സുഖമാണ്, മര്യാദക്ക് 4 ഉസ്താദുമാർ നമുക്കില്ല, ഉള്ളവരെ ഓർമ്മയില്ല. ഇതാണ് നമ്മളൊരു പ്രശ്നം. 1ാം ക്ലാസ്സിലെ ഉസ്താദിനെ പലപ്പോഴും ആരും ഓർക്കലില്ല എന്നത് പ്രധാനപ്പെട്ടൊരു കേസ് തന്നെയാണ്. അദ്ദേഹം പഠിപ്പിച്ചു തന്ന അലിഫ് എന്ന അക്ഷരത്തിൽ നിന്നാണ് നമ്മൾ ലോകത്തെ കീഴടക്കിയിട്ടുള്ളത് എന്ന് മറന്നു പോകുന്നു. അപ്പം മര്യാദക്കൊരു 4 ഉസ്താദുമാർ പോലും ഇല്ല, ഉള്ളവരെ നമുക്ക് ഓർമ്മയില്ല. 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ച മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് പറയുന്നതോടൊപ്പം സമർപ്പിത ജീവിതത്തിന് നമുക്ക് കഴിയണം. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉമ്മാനോട് ഞാൻ പഠിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഉമ്മ പറഞ്ഞു പോണ്ടാന്ന്, 3 വട്ടം പോണ്ടാന്ന് പറഞ്ഞു. പിന്നൊരിക്കൽ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ചെറിയ വടിയെടുത്തിട്ട് പശുവിനൊന്നിങ്ങനെ കൊടുത്തപ്പോൾ പശു തിരിഞ്ഞു നിന്നിട്ട് യാ മുഹിയുദ്ദീൻ അലി ഹാദ ഖുലിഖ്ത അംബി ഹാദ ഉമിർത്ത എന്ന് ചോദിച്ച വിവരം ഉമ്മാനോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ എന്നാ ഇനി ഉമ്മാൻ്റെ കുട്ടി ദീൻ പഠിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതുവരെ പോകാൻ അയച്ചില്ല? പോക്കേ ഉള്ളൂ, മടക്കമില്ല എന്നതാണ് സമ്മതിക്കാത്തതിൻ്റെ കാരണം. സമർപ്പണമാണ്. സമർപ്പിതരായി പലപ്പോഴും മുന്നോട്ട് പോകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
അനസ് റളിയല്ലാഹുവിൻ്റെ വാപ്പാനെ കാട്ടുമൃഗം പിടിച്ചു തിന്നതാണ്. കാട്ടിൽ നടന്നു പോയപ്പോൾ കാട്ടുജീവി പിടിച്ചു നിന്നിട്ട് കാണാനില്ലാതായി. അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് ഇസ്ലാമിലേക്ക് എല്ലാവരും സംഭാവന കൊടുക്കുന്നുണ്ട്. അബൂ അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ കൈവശത്തിലാണ് സംഭാവന കൊണ്ടേ കൊടുക്കുന്നത് എന്ന് അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ അറിഞ്ഞത്. ഉമ്മാൻ്റെ അടുത്ത് ആകെയുള്ള സമ്പാദ്യം അനസ് റളിയല്ലാഹുവിൻ്റെ എന്ന മോനാണ്. മോൻ്റെ കയ്യും പിടിച്ചിട്ട് ചെന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഇൻ്റെ അടുത്ത് ആകെയുള്ള മുതൽ ഈ കുട്ടിയാണ്. അഹ്ദൈതുഹു ലക യാ റസൂലല്ലാഹ്, ഈ കുട്ടിനെ നിങ്ങൾക്ക് സംഭാവന തരികയാണെന്ന് പറഞ്ഞു. 10 കൊല്ലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് അനസ് റളിയല്ലാഹുവിന് നടന്നു. അനസ് റളിയല്ലാഹുവിൻ്റെ മുഖത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ മണം കിട്ടുമായിരുന്നു എന്നാണ് കവിളിൽ ഉമ്മ വെച്ചിട്ട്. സമർപ്പണമാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഇന്ന് ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് സമർപ്പണമില്ല. ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ച മനുഷ്യന്മാരില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ദീനിന് വേണ്ടി എൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളില്ലാതെയായി. പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി തെക്കുഭാഗത്തുകാരനാണ്. മഹാനവറുകൾ താമസിച്ചിരുന്നത് പുത്തമ്പള്ളി അടുത്തുള്ള പൊറങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊറങ്ങ് ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവിയുടെ ഖബറുള്ളത്. എന്തേ പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി പുതിയാപ്പള ആയത് എന്ന് ഞാൻ പൊറങ്ങ് ഉസ്താദിനോട് ചോദിച്ചു, പൊറങ്ങ് അബ്ദുള്ളോലിയരോട്. നമ്മളൊക്കെ പുതിയാപ്പളയാണ്, പക്ഷെ നമ്മളാരും പുതിയാപ്പള സാലിം ഫൈസി എന്നാരും പറയണില്ലല്ലോ. ഒരാൾ മാത്രം എങ്ങനെ പുതിയാപ്പളായി? അബ്ദുറഹ്മാൻ മൗലവി കല്യാണം കഴിച്ചിട്ട് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് ഫത്തുൽ മൊയ്ൻ്റെ ദർസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഭാര്യയുടെ നാട്ടിലേക്ക്, ഭർത്താവിൻ്റെ നാട്ടിലേക്ക്, പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവിയുടെ നാട്ടിലേക്ക് ഭാര്യനെ കൊണ്ടുപോയാൽ ദർസ് മുടങ്ങല്ലോ എന്ന് കരുതിയിട്ട് ഭാര്യൻ്റെ നാട്ടിൽ താമസാക്കിയതുകൊണ്ടാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവിയായത്. സമർപ്പിതമായിരുന്നു ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി ജീവിതം. അതില്ലാതെയായി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൽമിൻ്റെ മേഖലയിൽ നടക്കുന്നവർക്ക് പോലും അതിനോടുള്ള താല്പര്യം വളരെ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ താല്പര്യം കുറവാണ്. എന്താ നിങ്ങൾക്ക് പണിയെന്ന് ചോദിച്ചാൽ തൽക്കാലം മദ്രസയിലാണ്, പിന്നെ ഒരു പേപ്പറിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ആ സൂപ്പർ മാർക്കറ്റ് തൽക്കാലം മദ്രസയിൽ സ്ഥിരമായ അത്ര നന്നായിരുന്നു. സംഗതി 1.5 മണിക്കൂർ മതി, പക്ഷെ അത് സ്ഥിരാക്കുക. സ്ഥിരമായിട്ടുള്ള ജോലി എന്നുള്ളതിൽ മദ്രസയിലുണ്ട്. തൽക്കാലം ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റും നടക്കുന്നുണ്ട്. അത് തൽക്കാലം ഇത് സ്ഥിരമാവേണ്ടതിന് പകരം തൽക്കാലം ഇപ്പോൾ ഒരു മദ്രസയിലുണ്ട്, പിന്നെ വേറെ പല പണികളും നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് പണിയല്ല. ഇതിൽ നിൽക്കണവർക്ക് ഇതാണ് എൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. താല്പര്യപൂർവ്വം ആകുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. ആരൊക്കെയോ നിർബന്ധിച്ചപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി ഇതിലേക്ക് ഇറങ്ങിയത് മാത്രമായി മാറുകയാണ്. ചെയ്യുന്ന വിഷയത്തോട് ഒരു താല്പര്യമില്ല. ഇതിനിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഏത് വിഷയത്തിലുണ്ട്. വാർപ്പിൻ്റെ പണിക്ക്, ചുമര് തേക്കണ പണിക്ക് പോണ ആള് തേപ്പ് പലകയും ചട്ടവും ബാഗിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം തേപ്പേരനാണ് എന്ന് പറയാൻ പോയതിന് ഭയങ്കര പ്രയാസമാണ്. വാസ്തവത്തിൽ കൂലിക്കാരനായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കൈ ഇങ്ങനെയാണ് പൊന്തിച്ചിട്ട് മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൈയാണ്, ഇത് അധ്വാനിക്കുന്ന കൈയാണ് എന്ന്. ഇനി മുതൽ എല്ലാവരും തേപ്പ് വലയും അതേമാതിരി ചട്ടവും ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ച് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യണ ജോലിയിൽ ഒരാത്മാർത്ഥം ഉണ്ടാവണം. അത് ഈ രംഗത്ത് നിന്ന് മാത്രമല്ല, ഒരു രംഗത്തും ഇല്ലാതായിട്ടുണ്ട്. വേറുള്ളവർ ചെയ്യണതൊക്കെ നല്ല കാര്യം, അവനാൻ ചെയ്യണത് മോശമാണ് എന്നുള്ളടത്ത് മാറിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ ആലിമീങ്ങൾക്ക് അവർ ചെയ്യുന്നതിലെ താല്പര്യം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ശുചായികളായിരുന്നു, മൗലവിമാർ വലിയ ശുചായികളായിരുന്നു ഒരു കാലത്ത്. അല്ലെങ്കിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ശുചായിത്തരാണ്. ആകാശത്തിലെ ഏറ്റവും ശക്തിയുള്ള മലക്കായി ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ്. ആകാശത്തെ ഏറ്റവും ശക്തിയുള്ള മലക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്.
പരിശുദ്ധ ഖുർആൻ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ശക്തനായ മനുഷ്യനാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. എന്താ സഹോദരങ്ങളെ, ഇൽമ് എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ളൊരു സാധനമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അല്ലമഹു ശദീദുൽ ഖുവാ, ശക്തനായ മനുഷ്യനാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു ജിബ്രീലിനെ കുറിച്ച്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി ഇൽമിൻ്റെ മധ്യവർത്തിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇൽമ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇൽമിൻ്റെ മധ്യവർത്തിയായി എന്നതാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കാലത്ത് ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ശുജായിമാരായിരുന്നു എന്ന് കാണാം. ഞാൻ ബഹുമാനപ്പെട്ട തട്ടാങ്ങര കുട്ടിയമ്മോലിയരെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ട്. കുട്ടിയമ്മോലിയർ നല്ല കുറച്ച് നീളമുള്ള ഉയരമുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വലിയൊരു വിശാലമായ കുളം കണ്ടപ്പോൾ മൂപ്പർക്കൊന്ന് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കണം തോന്നി. അപ്പം ഇങ്ങനെ പരിസരത്തുള്ള ചെറിയൊരു കുറ്റിക്കാട്ടിലിരുന്ന് മൂത്രമൊഴിച്ച് കുളത്തിലിറങ്ങി മനോഹരം ചെയ്തു നോക്കുമ്പോൾ അത് നമ്പൂരിയാളെ കുളമാണ്. മൂപ്പർക്ക് അറിയില്ല, വലിയൊരു കുളവും വെള്ളമൊക്കെ കൂടിയും കണ്ടപ്പോൾ സൗകര്യമാണല്ലോ, ആരും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഇല്ലത്തുനിന്ന് നമ്പൂരി കണ്ടു കുളത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ അശുദ്ധാക്കണത്. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുളത്തിലിറങ്ങി അശുദ്ധാക്കിയ ആൾ അവിടുന്ന് കയറുമ്പോൾ ഒന്ന് ഇവിടെ വരാൻ പറയണമെന്ന് പറഞ്ഞു. മൂപ്പര് മൂത്രമൊഴിച്ച് കഴുകി ഒതൊക്കെ ഉണ്ടാക്കി തലയെക്കെട്ടിങ്ങനെ കല്ലിൻ്റെ മേലെ വെച്ചിരുന്നു. അതിനെടുത്ത് തലയിൽ വെച്ചിങ്ങാണ്ട് കുളത്തുനിന്ന് കയറിയപ്പോൾ കാര്യസ്ഥൻ പറഞ്ഞു, ഏമാനൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിലിങ്ങനെ നോക്കിയിട്ട് എന്നെയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലത്തുനിന്ന് നമ്പൂര് പറഞ്ഞു, അവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അത് ആ തലയെക്കെട്ടിൻ്റെ ഒരു പൗറായിരുന്നു. ഈ തലയെക്കെട്ടുകൾക്ക് ചില പൗറൊക്കെ ഉണ്ട്, പക്ഷെ അത് പഴയ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന്. അതാണ് ശുചായിത്തരം എന്ന് പറയണത്. പഴയ കാലത്തെ ഉലമാക്കൾ വലിയ ശുചായിമാരായിരുന്നു. അത് ആ കെട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. നിങ്ങളൊക്കെ മൊബൈലിലുണ്ടാവും. നമുക്ക് വളരെയധികം പരിചയമുള്ള നമ്മുടെ കൽബിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു തലയെക്കെട്ട് നിങ്ങളെ മൊബൈലിലുണ്ടാവും. ആ തലയെക്കെട്ടുമ്പോൾ ഒന്ന് നോക്കുകൊണ്ടോ അതിൻ്റെ ഒരു പൗറ് വേറെ തന്നെയാണ്. അപ്പോൾ പഴയ കാലത്ത് ആലിമീങ്ങൾ വലിയ ശുചായിമാരായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറി സെമിനാറായതുകൊണ്ട് കുറച്ചൊക്കെ എൻ്റെ അഭിപ്രായം പറയാലോ, മൗലവിമാർ സ്വന്തം കാലിൽ നിൽക്കണവരായാൽ സമുദായത്തിന് അത് വലിയ അന്തസ് തന്നെയാണ്. ദേശം പൈസ ഉള്ള ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് വലിയ വലിയ ആലിമീങ്ങളും കാളിമാരൊക്കെ വന്നാൽ അത് നല്ല തന്നെയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തിരുത്തുണ്ടെങ്കിൽ ഇവിടെ ചെയറുണ്ടല്ലോ, അവിടുന്ന് തിരുത്തും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉലമാക്കൾ നല്ല അന്തസ്സും ഇസ്സത്തും അഭിമാനമൊക്കെ കാണിക്കുന്നവർ ആയിരിക്കണം. നാലാമത്തൊരു കാര്യം, വിവരം കൂടുന്നതിനനുസരിച്ച് വിവരമില്ല എന്ന് മനസ്സിലാകാണ് വേണ്ടിയിരുന്നത്. പകരം ദേശമൊക്കെ വിവരം ഉണ്ടാകുമ്പോഴത്തിന് ഭയങ്കര വിവരമുണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. ഇസ്ലാം ദീനിലെ ഏറ്റവും വിവരമുള്ള ഒരാളായിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള വാതിലുമാണ് എന്ന് പറഞ്ഞ ആ അലി റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളെക്കുറിച്ച് നമുക്കറിയുന്നത് ഉറയിലിട്ട വാള് പോലെയാണ് എന്ന്. ഉറയിലിട്ട വാളിനെ പറ്റിയിട്ട് വാളാണ് എന്നേ അറിയുള്ളൂ. വെള്ളിൻ്റെതാണോ അതല്ല ഇരുമ്പിൻ്റെതാണോ എന്നറിയില്ല. വെള്ളിൻ്റെ കെട്ടുണ്ടോ അതോ സ്വർണത്തിൻ്റെ കെട്ടാണോ എന്നറിയില്ല. മൂർച്ചുണ്ടോ ഇല്ലയെന്നറിയില്ല. ഉറ കണ്ടാൽ ഒരു വാളാണ് എന്ന് മനസ്സിലാവും. ഇത്രയാണ് നമുക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവരമുള്ളവന് വേണ്ടത് വിവരമില്ല എന്നുള്ള തോന്നലായിരുന്നു. അതിന് പകരം വിവരമുണ്ട് എന്ന തോന്നലിലേക്ക് വരികയാണ്. അത് വലിയൊരു പരാജയത്തിൻ്റെ കാരണമായി. മൂച്ചിമ്മ മാങ്ങ അങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് മൂച്ചി താന്ന് വരികയാണ് വേണ്ടിയിരുന്നത് കനം കൂടുമ്പോൾ. വറഫായനാലക്ക ദിക്റക്ക വ വദഅനാ അൻക വിസ്റക്ക എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണും. വ വദഅനാ അൻക വിസ്റക്ക, നബിയെ നിങ്ങളുടെ ഭാരത്തെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി വെച്ച് തന്നില്ലയോ?
ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ബഹുമാനപ്പെട്ട എനിക്ക് ഏറ്റിയിട്ട് പൊന്തുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വിവരം കൂടുന്നതിനനുസരിച്ച് വിവരമില്ല എന്നുള്ള തോന്നലാണ് വാസ്തവത്തിൽ അന്തമില്ലാത്ത ഒരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. വിവരമില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം. അതാണ് വേണ്ടിയിരുന്നത്. എന്തായാലും ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ലോകമായി. ജ്ഞാനികളുടെ എന്നുള്ള വാക്കിന് ഞാൻ ചെറിയൊരു തിരുത്തു കൊടുക്കുകയാണ്. ജ്ഞാനി എന്നുള്ളത് മാരിഫത്തിൻ്റെ ഇൽമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കായതുകൊണ്ട് വിവരസ്ഥന്മാരുടെ ലോകത്ത് അസ്വസ്ഥത കൂടി വരുന്നു. നമ്മളതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരുന്നതോടൊപ്പം മതവിദ്യാഭ്യാസം ഇല്ലാതെയാകുന്നു എന്നതാണ്. അത്യാവശ്യം ഒരു 7ാം ക്ലാസ് ആകുമ്പോഴേക്ക് വിദ്യാഭ്യാസ ബോർഡ് 2 സർട്ടിഫിക്കറ്റ് തരും. ഒരു 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒരു 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും. അത്യാവശ്യം പുതിയാപ്പിള വരുമ്പോൾ കുട്ടിൻ്റെ വയസ്സ് നോക്കാൻ 2 സർട്ടിഫിക്കറ്റിന് ധാരാളം. അതാണെങ്കിൽ ഉസ്താദുമാർ റബീഉൽ അവ്വൽ 12 ഫ്രെയിം ചെയ്ത് കണ്ട് തരും ചെയ്യും. അതാണ് കൊണ്ടുപോയി തൂക്കിയാൽ മതി. പിന്നെന്തിനാ അതിൻ്റെ അപ്പുറത്ത് ദീനീ പഠനം എന്നാലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ